Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഇപ്പോൾ നമ്മുടെ എക്സാംസ് വരികയാണ്. ഫെബ്രുവരിയിൽ 2 പ്രധാനപ്പെട്ട എക്സാംസ് ആണ് കോപ്പറേറ്റീവ് ബാങ്ക് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലെ. ഈ ഒരു മേഖലയിൽ വരുന്ന 2 പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഒന്ന് കേരാഫെഡും അതുപോലെ തന്നെ നമ്മുടെ CSEB പരീക്ഷയും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷാ തീയതികൾ തമ്മിൽ ഏകദേശം ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്ത് പഠിക്കണം, രണ്ടും പഠിക്കണോ, പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഒരെണ്ണത്തിന് പഠിച്ചാൽ മറ്റേതിന് ഹെൽപ്ഫുൾ ആകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് കോളായിട്ടും ഒക്കെ ഇവിടെ കിട്ടാറുണ്ട്. ക്ലാസ്സുകളിലായാലും കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാനാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോ ത്രൂ ഔട്ട് കാണുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ക്വാളിഫിക്കേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ക്വാളിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ CSEBയിൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി വിത്ത് HDC, ഇവിടെയും അതേപോലെ തന്നെ BCom കോർപ്പറേഷൻ പ്ലസ് എനി ഡിഗ്രി വിത്ത് HDC പ്ലസ് DCA പറയുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ പരീക്ഷ നടത്തുന്നത് കോപ്പറേറ്റീവ് CSEB ആണ് പരീക്ഷ നടത്തുന്നത്. കേരാഫെഡിന്റെ പരീക്ഷ PSC ആണ് നടത്തുന്നത്. അതൊരു വലിയ വ്യത്യാസമാണ്. അതിപ്പോൾ എത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസമാണ്. എന്താണെന്ന് പറഞ്ഞു തരാം. സാലറി സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CSEBക്ക് 17,500 മുതൽ 51,000 വരെ ബാങ്ക് അനുസരിച്ച് മാറുമെങ്കിലും ഇതാണ് ഏകദേശം ഒരു ആവറേജ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പുറത്തോട്ട് PSC കേരാഫെഡിലോട്ട് വരുമ്പോൾ 25,200-നും 54,000-നും ഇടയിലാണ് നമ്മളുടെ സാലറി സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇനി എക്സാം ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. CSEB പരീക്ഷ ഫെബ്രുവരി 15-നും അതേപോലെ തന്നെ PSC അല്ലെങ്കിൽ കേരാഫെഡ് എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 22-നുമാണ്. ഏകദേശം ഒരാഴ്ചയുടെ വ്യത്യാസമാണ് 2 പരീക്ഷകളും തമ്മിൽ ഉള്ളത്. സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൽ നമുക്കറിയാം CSEB സംബന്ധിച്ചിടത്തോളം 160 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 80 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് അര മാർക്ക് വെച്ച് 160 ക്വസ്റ്റ്യൻ, 80 മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇതിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടൻസി, GK, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയുമാണ് നമ്മളുടെ CSEB പരീക്ഷയിൽ വരുന്നതെങ്കിൽ കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, IT വിഷയങ്ങളാണ് നമ്മുടെ കേരാഫെഡിൽ വരുന്നത്. ഇവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് PSCയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. 100 മാർക്കായിരിക്കും. കറക്റ്റ് ആൻസറിന് 1 മാർക്കും, തെറ്റുത്തരത്തിന് മാർക്ക് ഡിഡക്ഷനും ഉണ്ടായിരിക്കും. 0.33 ആയിരിക്കും നമ്മുടെ മാർക്ക് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി കേരാഫെഡിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കണോ വേണ്ടയോ, എല്ലാ കുട്ടികളും, കൂടുതൽ കുട്ടികളും CSEBക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒപ്പം കേരാഫെഡ് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കേരാഫെഡിന് എന്തിന് പ്രാധാന്യം കൊടുക്കണം? കൃത്യമായിട്ട് 2 ഉത്തരവാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, സാലറി സ്കെയിൽ തന്നെയാണ് അല്ലേ. ഡെഫിനറ്റ്ലി സാലറി സ്കെയിൽ CSEBക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേരാഫെഡ് എക്സാം വെറുതെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. വിട്ടുകളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ അത് ഒന്നാമത്തെ പോയിന്റ്. അപ്പം നമ്മളിവിടെ കേരാഫെഡ് വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പേ സ്കെയിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ സബ്ജക്ട്സ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം CSEB പരീക്ഷയ്ക്ക് GKയും ഇംഗ്ലീഷും മാത്സും CAയും ഒപ്പം അക്കൗണ്ടൻസിയും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സബ്ജക്ട്സ് ആണ് അല്ലെങ്കിൽ സിലബസ് ആണ് CSEBക്ക് ഉള്ളതെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ പറയുന്ന GK ഇല്ല, മാത്സ് ഇല്ല, ഇംഗ്ലീഷ് ഇല്ല, കറണ്ട് അഫയേഴ്സ് ഇല്ല. CSEB അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വിഷയങ്ങളിൽ അത്യാവശ്യം പ്രൊഫഷൻ്റ് ആണ് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങൾ, അതായത് GK സോഷ്യൽ അല്ലെങ്കിൽ GK മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ മാർക്ക് സ്കോറിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരുന്നത് ഈ ഒരു സിലബസിലേക്ക് വരുമ്പോഴാണ്. ആ ഒരു ഭാഗം, അതായത് GKയും മാത്സും ഒന്നും ഇപ്പുറത്ത് ഇല്ല. അതുകൊണ്ടും കൂടി നമ്മൾ അതിനെ വിട്ടുകളയേണ്ട കാര്യം ഇല്ല. ഇനി രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചാൽ പോരെ, അല്ലെങ്കിൽ CSEBക്ക് ഞാൻ പഠിക്കുന്നുണ്ട്, സോ ഡെഫിനറ്റ്ലി ഞാൻ കേരാഫെഡിന് പഠിച്ചാൽ പോരെ എന്ന് കുട്ടികൾ ചിന്തിക്കാറുണ്ട്. ടോപ്പിക് കവറേജ് ഓക്കെയാണ്. സിലബസ് വെച്ച് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കേരാഫെഡിലെ പോർഷൻസ് പഠിക്കാൻ പറ്റും. പക്ഷെ അവിടെ വരുന്നൊരു വ്യത്യാസം എന്താണ്? എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിലാണ്. എക്സാം നടത്തുന്നത് രണ്ടും 2 ബോർഡാണ്. ഒന്ന് CSEBയും ഒന്ന് PSCയുമാണ്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. നിങ്ങൾ സിലബസ് കവർ ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഒരു പെർട്ടിക്കുലർ പരീക്ഷ എഴുതുമ്പം അതിൻ്റെ പരീക്ഷാ അതോറിറ്റി നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് നമുക്കൊരു ഫെമിലിയാരിറ്റി വേണം. അതാണ് ആ പരീക്ഷയിലേക്ക് എത്തുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു മോഡൽ എക്സാം എഴുതുക എന്ന് പറയുന്നത് ലോജിക്കലി കറക്റ്റ് അല്ല. അവിടെയും നമ്മൾ കൃത്യമായ എംഫസിസ് കൊടുക്കണം. അപ്പോൾ ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മോഡൽ എക്സാം എഴുതണം, ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം, വർക്ക്ഔട്ട്സ് ചെയ്യണം. ഇതെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എവിടെ വരും? കേരാഫെഡിൽ വരും. കാരണം ഇവിടെ എക്സാം നടത്തുന്നത് PSCയും ഇവിടെ എക്സാം നടത്തുന്നത് CSEBയാണ്. രണ്ടും 2 ക്വസ്റ്റ്യൻ പൂളാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ.
നമുക്കിത് രണ്ടും ഇനിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കൃത്യമായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച്, അതായത് കേരാഫെഡ് CSEB ഒരുമിച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു കോംബോ ബാച്ച് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു എലിജിബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണ്, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ്, അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസവും നിങ്ങൾക്ക് സമയമുണ്ട്. കാരണം ഏകദേശം ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം നോക്കുവാണെങ്കിൽ 30 ദിവസം നമുക്ക് ഈ പരീക്ഷകൾക്ക് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനി പഠിച്ചാലും ഇനി പ്രാക്ടീസ് ചെയ്താലും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കേരാഫെഡ് അതുപോലെ CSEB കോംബോ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. എല്ലാ വിഷയങ്ങൾക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ എക്സാംസും വർക്കൗട്ട്സുമായിട്ട് നിങ്ങളുടെ പഠനം എപ്പോഴും ലൈവ്ലി ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഇപ്പോൾ CSEBയിലെ മറ്റുള്ള വിഷയങ്ങൾ ഇംഗ്ലീഷ് ആയാലും IT ആയാലും GK ആയാലും ഇതൊന്നും ഇനിയൊരു ബുദ്ധിമുട്ടേ ആവില്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. നമുക്ക് സംസാരിക്കാൻ റാങ്കുകൾ തന്നെയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പള്ളി നമ്മുടെ റിയയാണ് ഫസ്റ്റ് റാങ്ക്. അത് CCയുടെ സ്വന്തം സ്റ്റുഡൻറ്റ് തന്നെയാണ്. ഇതുപോലെ ഒരുപാട് റിസൾട്ട് തന്നെയാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. സോ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, എന്നാൽ പഠിച്ചു തുടങ്ങിയില്ല, പല കാരണങ്ങൾ. നോ വറീസ്, ഇങ്ങ് പോന്നോളൂ. നിങ്ങളുടെ പഠനം നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8921440580. മറക്കണ്ട, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ലൈവ് ക്ലാസ്സസിൽ കാണാം. താങ്ക് യു.